മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ അതാ നമ്മൾ ഓണപരീക്ഷയുടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടി ആയിരിക്കണം നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്തിനാ ടെൻഷൻ അല്ലേ? നമ്മളെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ചിട്ടല്ലേ പരീക്ഷ എഴുതാൻ പോവാ. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല അല്ലേ. അപ്പൊ നമ്മുടെ മലയാളം സെക്കൻഡിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ആണ് നമുക്ക് കുറച്ചുകൂടെ പാഠങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ മലയാളം ഫസ്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ പാഠങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെയും രണ്ടാമത്തെയും യൂണിറ്റുകളാണ് നമുക്ക് കേരള പാഠാവലിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. കാലാതീതം, കാവ്യവിസ്മയം എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ 3 പാഠഭാഗങ്ങളാണ്: ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ അല്ലേ. അപ്പൊ അത് ഓൾറെഡി ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ആയിട്ട് അല്ലെ. ഋതുയോഗവും ലക്ഷ്മണ സാന്ത്വനവും ഒക്കെ ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മക്കൾ കാണണേ. അപ്പോൾ അതിൻ്റെ സ്റ്റോറികളുണ്ട്, എന്തുകൊണ്ടാണ് ആ പാഠം അല്ലെ, എന്തുകൊണ്ട് പഠിക്കണം, എന്താണ് അതിൻ്റെ സ്റ്റോറികൾ, ബാക്ക് സ്റ്റോറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണണം കേട്ടോ. പിന്നെ എന്താണ്, പാവങ്ങളുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ്. വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ കമൻറ്റൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി പ്രിയദർശനം എന്നുള്ള കവിത അല്ലേ. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പ്രിയദർശനം എന്താണ് അല്ലെ, എന്തിനെ കുറിച്ചാണ് പ്രിയദർശനത്തിൽ പറയുന്നതെന്ന് അറിയാമോ? പ്രിയദർശനം നമ്മൾ ഇഷ്ടമുള്ള ആളെ കാണുന്ന ഒരു ദർശനം ഉണ്ടല്ലോ അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുന്ന ഒരു കാഴ്ച അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണാതിരിക്കുന്ന ഒരാളെ നമ്മൾ കാണില്ലേ. ഇപ്പോൾ നമ്മൾ പാരൻസ് ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള, അച്ഛനും ഗൾഫിലുള്ള ആളുണ്ടാവാം, ചിലപ്പോൾ ഏട്ടന്മാരായിരിക്കാം, ചിലപ്പോൾ ചേച്ചിയായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത കസിനാവാം, ബന്ധുക്കളാവാം, അങ്ങനെ ആരുമാകാം അല്ലേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഇവിടെ 2 പേര് കണ്ടുമുട്ടുകയാണ്. ആരാണെന്നറിയാമോ? അതിനു മുമ്പ് ഏതാ കൃതി എന്നറിയണ്ടേ? നളിനി എന്ന് പറയുന്ന കൃതിയാണ് എഴുതിയത്. ആരാണ്? കുമാരനാശാനാണ് കേട്ടോ. ആശാന്റെ ഏറ്റവും മനോഹരമായൊരു പ്രണയ കാവ്യമാണ് ഇത്, നളിനി എന്ന് പറയുന്ന കാവ്യം. ഓക്കെ, അപ്പൊ ഇതൊരു കഥയാണ്. ആരുടെ കഥയാണ്? ദിവാകരന്റെയും നളിനിയുടെയും കഥയാണ്. അപ്പൊ ഇവർ കളിക്കൂട്ടുകാരായിരുന്നു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ബാല്യകാലത്തിലുള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും പിണങ്ങിയും വഴക്കുണ്ടാക്കിയോ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുന്നു. നളിനി ഭയങ്കര സുന്ദരിയായ ഒരു യുവതിയായി മാറുന്നു. നമ്മളുടെ ദിവാകരൻ ഈ പറയുന്ന ലൗകിക ജീവിതത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. മൂപ്പർക്ക് ഈ ലൈഫൊക്കെ മടുത്ത് മൂപ്പർക്ക് എന്താണ്, സന്യാസത്തിലൊക്കെയാണ് താല്പര്യം. അപ്പൊ മൂപ്പർ എന്ത് ചെയ്യാണ്, സന്യാസ ജീവിതത്തിലേക്കൊക്കെ കടക്കുകയാണ്. മൂപ്പര് നാടൊക്കെ വിട്ടു പോയിട്ടോ. മൂപ്പര് നാട് വിട്ട് ആരോടും പറയാണ്ട് എവിടെയോ പോയി, ഏതോ ഹിമാലയ സാനുക്കളിലൊക്കെ പോയിരുന്നത് അവസ്ഥയാണ്. അപ്പൊ നളിനിക്കാണെങ്കിൽ ദിവാകരനോട് ഭയങ്കര ഇഷ്ടം അല്ലെ. കുഞ്ഞുനാളിൽ തോന്നിയ ഇഷ്ടമൊന്നല്ല, ഭയങ്കര അത് ഞരമ്പ് പിടിച്ച പ്രണയമായി മാറുകയാണ് ആർക്ക്, നളിനിക്ക്. അപ്പൊ നളിനി സുന്ദരിയായൊരു യുവതിയായിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രായമാകുമ്പോൾ എന്ത് ചെയ്യൂടാ, കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കില്ലേ. അപ്പൊ അങ്ങനെ വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ നളിനി ഒന്നും നോക്കില്ല, വീട് വിട്ടിറങ്ങി. നളിനി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇല്ല ദിവാകരേട്ടനില്ലാതെ ഞാൻ ജീവിക്കില്ല അല്ലെ, ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അല്ലേ മലയുടെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സന്യാസിനി വരികയാണ്. അങ്ങനെ നളിനിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരെ അടുത്തുള്ളൊരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നളിനി അവിടെ ഒരു സന്യാസിനിയായിട്ട് നളിനി താമസിക്കുകയാണ്. ഓക്കെ, സന്യാസിനെ രക്ഷപ്പെടുത്തുന്നു അല്ലെ, ഒരു സന്യാസാശ്രമത്തിൽ താമസിക്കുകയാണ് നളിനി. അങ്ങനെ ആ സന്യാസാശ്രമത്തിലേക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, 5 വർഷങ്ങൾക്ക് ശേഷം ആര് വരുന്നു, നമ്മളുടെ ദിവാകരൻ ചേട്ടൻ വരികയാണ്. അല്ലേ. അപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, കണ്ട മാത്രയിൽ തന്നെ നളിനി ദിവാകരൻ തിരിച്ചറിഞ്ഞു. ഇത് ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന അല്ലെ എൻ്റെ ദിവാകരനാണ്, എൻ്റെ ദിവാകരൻ ചേട്ടനാണെന്ന് ആര് തിരിച്ചറിഞ്ഞു, നളിനി തിരിച്ചറിഞ്ഞു. പക്ഷെ ദിവാകരന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഒരു ഗംഭീരനായ ഒരു സുന്ദരനായിട്ട് ആര് മാറിയിരുന്നു, ഒരു യതിവര്യനായിട്ട് വലിയൊരു സന്യാസിയായിട്ട് ആര് മാറി, നമ്മളുടെ ദിവാകരൻ മാറി കേട്ടോ. ദിവാകരൻ പക്ഷേ നളിനിനെ മനസ്സിലായിരുന്നില്ലേ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പാഠസന്ദർഭം അല്ലേ. അപ്പൊ അങ്ങനെ നളിനി ചോദിക്കുകയാണ് അല്ലേ, നളിനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് അല്ലേ, എന്നെ മനസ്സിലായോ, അങ്ങനെ ഒരു തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നളിനി അവസാനം അല്ലേ, ദിവാകരൻ പക്ഷേ അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ജീവിതത്തിലോ പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ നല്ല കറകളഞ്ഞൊരു സന്യാസി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അയാളോട് നളിനി ചോദിക്കുകയാണ് അല്ലേ, സന്യാസത്തെ സ്നേഹിച്ച പോലെ എപ്പോഴെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലേ. നമ്മളുടെ സിനിമയൊക്കെ ആലോചിച്ച് നോക്കി, ഏത് സിനിമയായിരുന്നു,
ഏത് സിനിമയായിരുന്നു, ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലത്തെ സീനുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ നളിനി എന്ത് ചെയ്യാണ്, കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കാം, നമുക്ക് പാഠഭാഗം ഒന്ന് വിശദീകരിക്കാം. നമുക്ക് ആശാനെ കുറിച്ച് കൂടുതൽ ടീച്ചർ പറയണ്ടല്ലോ, ആധുനിക കവിത്രയത്തില് ഒരാളാണ് അല്ലെ. അതേപോലെ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്, ആശയഗംഭീരൻ അല്ലെ, മഹാകാവ്യം എഴുതാതെ അല്ലെ മഹാകവിയായിട്ടുള്ള ആളാണ്, അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരുപാട് 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 അല്ലെ വിശേഷണങ്ങളുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കവി. ചണ്ടാല ഭിക്ഷുകിയാവട്ടെ, വീണ പൂവാട്ടെ, ഇങ്ങനെ മലയാള സാഹിത്യത്തെ എന്താ പറയാ ഇത്രയും പ്രൗഢഗംഭീരമാക്കി തീർത്തതിൽ വളരെ വലിയ പ്രാധാന്യമുള്ളൊരു പങ്ക് ആർക്കുണ്ട്, ആശാനുണ്ട്. അപ്പൊ ആശാനെ കുറിച്ച് കൂടുതൽ ടീച്ചർ പറയണ്ട. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മക്കൾ അല്ലെ ചെറിയ ക്ലാസ് മുതലേ ആശാനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഓക്കെ. കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ദുഷ്ടമേ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിക ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. നളിനി ഇങ്ങനെ ഓടിച്ചില്ല ദിവാകരേട്ടനെ കണ്ട പോലെ. എന്താ പറയുന്നത്, ദിവാകരനെ ഒന്ന് കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ആരുടെ ആഗ്രഹം. കല്യാണം കഴിക്കുകയും വേണ്ട, ഇഷ്ടാന്ന് പറയുകയും വേണ്ട, ഒന്നും വേണ്ട അല്ലെ. ഏറ്റവും ഉദാത്തമായ ആത്മാർത്ഥമായ മറ്റേ പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് കേട്ടോ നളിനിക്ക് ദിവാകരനുള്ള. എനിക്കൊന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി, ഒന്നും കണ്ടാൽ മതി അല്ലെ. എൻ്റെ കഷ്ടകാലം ഒക്കെ കഴിഞ്ഞു അല്ലേ. അതാണ് ഹായ് എന്ന് പറയുന്ന ശബ്ദം കേട്ടോ. ഹായ് എന്ന് പറയുന്ന ശബ്ദത്തിൽ എന്താ നമ്മൾ കാണുന്നത്, ഒരു ആശ്വാസമാണ്. എൻ്റെ കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടമേ വടിവി എന്ന് വന്നപ്പോൾ അല്ലേ, അങ്ങയെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്തത്, എൻ്റെ ഭാഗ്യം അല്ലെ. ദർശിക്കാനുള്ള വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് അല്ലെ. ദൃഷ്ടനായിക ഭവാൻ അല്ലെ, എനിക്ക് അങ്ങയെ കാണാൻ പറ്റില്ലേ. അങ്ങക്ക് പണ്ട് ഇഷ്ടയാം നളിനി, ഞാൻ പണ്ട് ഇഷ്ടമായിരുന്ന അല്ലെ നളിനിയാണ് ഞാൻ എന്നാണ് പറയുന്നത്. നളിനിയെ സംബന്ധിച്ച് നളിനിയുടെ ജീവിത ലക്ഷ്യം തന്നെ എന്തായിരുന്നു, ദിവാകരനെ കാണുക എന്നുള്ളതായിരുന്നു. സന്യാസിയാണെങ്കിലും സന്യാസിന്മാരുടെ ഉള്ളിൽ ആരായിരിക്കും അല്ലെ, അവര് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മാത്രമേ ഉള്ളിൽ കൊണ്ടു നടക്കുള്ളൂ, മറ്റൊരാളെയും അവർ മനസ്സിൽ വയ്ക്കില്ല. പക്ഷെ നളിനി സന്യാസിനി ആയിരുന്നപ്പോഴും നളിനിയുടെ ഉള്ളിൽ ആരാണ്, ദിവാകരനെയാണ് ഈശ്വരന്റെ സ്ഥാനത്ത് ആര് കൊണ്ടു നടന്നത്, നളിനി കൊണ്ടു നടന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയാണ് അല്ലെ, ദിവാകരനെ കണ്ടപ്പോ അല്ലെ എന്താണ്, പണ്ട് ഇഷ്ടയായിരുന്ന അല്ലെ, എന്താ ഇപ്പൊ ഇഷ്ടമുണ്ടോന്നൊന്നും നളിനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, പണ്ട് എന്ന പ്രയോഗത്തിലൂടെ ദിവാകരന് തന്നോടുള്ള മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നളിനിയുടെ ഒരു ആശങ്കയാണ് പണ്ട് എന്ന് പറയുന്ന പ്രയോഗത്തിൽ നമ്മൾ കാണുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രാണനോട് ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ കേയും അർത്തിയാം പ്രാണിതൻ പ്രിയമരിക്കൽ ഈശ്വരൻ അല്ലേ. അപ്പൊ എന്താണ്, ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ദിവാകരനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, നളിനി ആഗ്രഹിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കുകയെ കാത്തിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ തന്നത് എന്താണ്, ഇത് ഈശ്വര അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എനിക്കത് നേടാൻ പറ്റില്ലേ. അപ്പൊ നളിനി പറയാണ്, ഉള്ളുരുകി അല്ലെ കേയും അർത്ഥിയുടെ അല്ലെ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തിയുടെ അല്ലെ, ഈ എന്താണ് പ്രാണിയുടെ അല്ലെ, ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ത് ചെയ്യും, ഈശ്വരൻ കേൾക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് ഈശ്വരൻ അതിലെ നമ്മൾ ആൽക്കമിസ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിതീവ്രമായി നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ എന്താണ്, അത്രയും ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ് ആർക്കുണ്ടായത്, നളിനിക്ക് ഇവിടെ ദിവാകരനെ കാണാൻ വേണ്ടി ഉണ്ടായതെന്ന് പറയാണ്. സന്യസിച്ചളവ് മാസ്തിയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യായി സപതി കാണുക മൂലം അങ്ങനെ ഓർത്തിടുകിലും ഓർത്തിടായികിലും അല്ലെ. എന്താണ്, സന്യാസിയായി കഴിയുമ്പോഴും ടീച്ചർ പറഞ്ഞു നളിനിനുള്ളിൽ ആര് തന്നെയാണ്, ദിവാകരൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. അപ്പോ എന്താണ്, ഇപ്പൊ അങ്ങയെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഭയങ്കര ധന്യയാണ് അല്ലെ, ഞാൻ ഭയങ്കര ധന്യായി. സപതി അങ്ങയെ കണ്ടത് മൂലം എന്ത് ചെയ്യുന്നു, ആരെ കാണാനാണോ ഇത്രയും ആഗ്രഹിച്ചത് അയാളെ കണ്ടു അല്ലെ. അപ്പൊ അതിനാലാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ധന്യായി, എൻ്റെ ജീവിതം തന്നെ ധന്യമായി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദിവാകരൻ തിരിച്ചറിയാത്ത സങ്കടമാണ് അടുത്ത വരിയിൽ. അങ്ങനെ ഓർത്താലും ശരി ഓർത്തില്ലെങ്കിലും ശരി അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ മറന്നാലും ശരി വെറുത്താലും ശരി ഓർത്താലും ശരി, അങ്ങനെ ഓർക്കിലും ഓർത്തിടായെങ്കിലും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങേ കാണാന്നുള്ളത്, ഞാനത് കണ്ടു അല്ലേ. എൻ്റെ ജീവിതം എന്തായി, ധന്യായി. ബാബാ എന്തൊരു അല്ലേ വിഗ്രഹമായ സ്നേഹം എന്നാലോചിക്കൂ. ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം അല്ലെ. ഇത്രയും പറഞ്ഞെന്ത് ചെയ്യുന്നു,
അപ്രതീക്ഷിതമായിട്ട് കാണുകയാണ് ദിവാകരനെ. ഓടി വന്ന് പറയുന്നത്, ദിവാകരൻ ചേട്ടാ, ഞാൻ പണ്ട് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട നളിനിയാണ്. അയ്യോ, ഞാൻ അങ്ങേ കണ്ടത് എൻ്റെ ജീവിതം ധന്യമായില്ലേ, എനിക്കിനി ഒന്നും വേണ്ട, എൻ്റെ ജീവിതം ധന്യമായി, ഇങ്ങനെ ഓർത്താലും കുഴപ്പമില്ല, ഓർത്തില്ലെങ്കിൽ അങ്ങനെ ഇത്രയും പറഞ്ഞെന്ത് ചെയ്യുന്നു, അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടിട്ട് അങ്ങ് കരഞ്ഞു പോയി. ഇത്രയും പറഞ്ഞ് ഏവമോദി ഇടരാർന്ന് കണ്ണുനീരില്ലേ നളിനി അങ്ങ് കരയാണ് അല്ലേ. എന്താ പറയുന്നത്, എന്നിട്ട് ഭാവശാലികൾ, സ്നേഹമുള്ള ആളുകൾ അല്ലെ, ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ആളുകൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്താണ്, ഇത്തരത്തിൽ വികലമാകും സുഖോദയം അല്ലെ. ഇങ്ങനെ എന്താണ്, ആ ദീർഘനാളത്തെ വിയോഗത്തിന് ശേഷം നളിനി ദിവാകരനും കണ്ടുമുട്ടുകയാണ് അല്ലെ. അപ്പൊ വേർപാടിന് ശേഷമുള്ള ഒത്തുചേരൽ എന്താണ്, ആനന്ദകരമാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ദൂരെ എവിടെയോ വർക്ക് ചെയ്യാണ്, അവർ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നളിനി ഇത്രയും കാലം കാത്തിരുന്നത് ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അയാളെ കാണുമ്പോഴുള്ള നളിനിയുടെ ആ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, ആശാൻ ഇവിടെ കേട്ടോ അത് വാക്കുകളിലൂടെ നമ്മളെ അനുഭവിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാണ്, അങ്ങനെ നളിനി കരഞ്ഞു അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ്, അങ്ങനെ കരഞ്ഞപ്പോ ധീരനായ യതി അല്ലെ, ധീരനായ യതി ആരാണ്, ദിവാകരൻ. ദിവാകരൻ എന്നാ പറയുന്നത്, ധീരനായ യതി എന്നാണ്. അതായത് അയാൾ ഈ പറയുന്ന കരച്ചിലോ അല്ലെങ്കിൽ പ്രണയ ചാബല്യങ്ങളിലൊന്നും വീണു പോകുന്ന ആളല്ല. അയാൾ നല്ല ധീരനായിട്ടുള്ള അല്ലെ, എല്ലാ ലൗകികമായിട്ടുള്ള ചിന്തകളെയും അതിജീവിച്ച് മികച്ച അല്ലെ ഒരു ഉത്തമനായ സന്യാസിയായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് ഈ പറയുന്ന ചാബല്യങ്ങളിലൊന്നും യാതൊരു എന്താണ്, അയാൾക്കൊരു ചഞ്ചലപ്പെടുകയില്ല. അയാൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യമേ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ധീരനായ യതി എന്ന് പറയുന്നത്. തന്നിതൻ അല്ലെ, സുന്ദരിയായ സ്ത്രീയുടെ എന്താണ് മുഖത്തേക്ക് നോക്കി. അപ്പൊ നോക്കുമ്പോ എന്താണ്, ഭൂരിബാഷ്പ പരിപാടലം മുഖം അല്ലെ, എന്താണ് നളിനിയുടെ മുഖം അല്ലെ, പൂരിതാപയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനനീർ സുമോപമം. എന്താ സംഭവം, ദിവാകരൻ നോക്കുകയാണ് ആരുടെ മുഖത്തേക്ക്, നമ്മുടെ സുന്ദരിയായ നളിനിന്റെ മുഖത്തേക്ക്. അപ്പൊ മൂപ്പർക്ക് എന്താ തോന്നണേ, പ്രഭാതത്തിലല്ലേ പുലർച്ചയില് വിരിഞ്ഞു വന്നിട്ടുള്ള പനനീർ പൂവിന്റെ മേലെ മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്ന പോലെ തോന്നുകയാണ്. എന്താ കാരണം, നളിനി നല്ല സുന്ദരിയാണ്, വെളുത്ത് തുടുത്തിട്ടാണ് അല്ലേ. നളിനി കരഞ്ഞ സമയത്ത് മുഖമൊക്കെ കൂടെ എന്ത് ചെയ്യാണ്, നല്ല ചുമന്ന കളറായി കരഞ്ഞിട്ട്. ആ കണ്ണുനീരെന്ത് ചെയ്യുന്നുണ്ട്, മുഖത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെയാണ് വർണ്ണിച്ചത് അല്ലെ, എന്തായിട്ട്, പ്രഭാതത്തിലെ പനനീർ പൂവിൽ എന്താണ് മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്ന പോലെയാണ് തോന്നിയത്. ആർക്ക്, ദിവാകരന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാവ്യകൽപ്പനയാണ്. എന്നിട്ടോ എന്ത് പറയുന്നു, പിന്നെ പനിനീർ എന്നുള്ളതിന് എന്താണ്, പനിനീർ സുമോപമം കേട്ടോ. അപ്പോൾ എന്താണ്, ഇവിടെ പൂവുമായിട്ട് അല്ലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പൂക്കൾ വിടരുന്നത് അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, സൂര്യൻ, ദിവാകരൻ എന്ന് പറയുന്നത് സൂര്യനാണ്, പൂവ് അല്ലെ എന്ന് പറയുന്നത് ആരാണ്, ഇവിടെ ഉപമിച്ചിരിക്കുന്നത് നമ്മളുടെ ആരോടാണ്, നളിനിയോടാണ്. അപ്പൊ അങ്ങനെ പൂവും സൂര്യനും തമ്മിലുള്ള പ്രണയം എന്നുള്ള അർത്ഥത്തിലും അത് കവി ഭാവനയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയോ, ആരതെന്നുടൻ അറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്ക് ചേർന്നൊരു വാക്കരുണിനാൻ കനിഞ്ഞവല്ലേ. അപ്പൊ നളിനി എന്ത് തിരിച്ചറിയാണ്, ദിവാകരൻ തിരിച്ചറിഞ്ഞു അല്ലെ. അപ്പൊ ബാല്യകാലം പെട്ടെന്ന് ഓർമ്മ വരികയാണ് ആർക്ക്, ദിവാകരന്. ഞാൻ നളിനി എന്നൊക്കെ പറഞ്ഞപ്പോൾ നളിനിന് ഓർമ്മ വരുന്നു അല്ലേ. അത് നളിനിയെ സമാധാനിപ്പിക്കാൻ കൂടി തന്നെ എന്ത് ചെയ്യാണ്, ആ ബാല്യകാലത്തിന് യോജിക്കുന്ന ആ സുഹൃത്തിനെ പോലെ എന്ത് ചെയ്യുന്നു, ആ ദിവാകരൻ പറയാണ് അല്ലേ. അങ്ങനെ എന്ത് പറയാണ്, ആ ചാരു ശൈശവ കഥയ്ക്ക് അന്ന് അല്ലെ ആ കുട്ടിയോട് സംസാരിക്കുന്ന പോലെ ദിവാകരൻ പറയാണ് അല്ലേ. എന്താ പറയുന്നത്, പാരവും പരിചയം കലർന്നരും പേരും ഈ മധുരമായ കണ്ടവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. എന്താ പറയുന്നത്, ഇപ്പൊ നീ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരികയാണ് നിന്റെ മനോഹരമായ ശബ്ദം, ദൂരെയുള്ള എൻ്റെ സ്മൃതിയിൽ ഓർമ്മയിൽ നീയുമുണ്ട്, നിന്റെ ദൂരെയുള്ള വീടും ഒക്കെ എന്ത് ചെയ്യുന്നു എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പൊ വരികയാണ് എന്നാര് പറയാണ്, ദിവാകരൻ പറയാണ് അല്ലെ. എന്നിട്ട് പറയാണ്, കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്ലിയായി നീ അല്ലെ. എന്താ പറയുന്നത്, എന്നെ കണ്ട മാത്രയിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തോർത്ത് നീ സങ്കടപ്പെടല്ലേ, നീ കരയല്ലേ അല്ലെ, അതൊന്നും ഓർത്ത് നീ ഉണ്ടൽ, സങ്കടം വേണ്ട അല്ലെ. എന്താണ്, പണ്ട് ഞാൻ കാണുമ്പോൾ നീ ഒരു ഇളം കുരുന്നായിരുന്നു, ഒരു ഇച്ചിരി പിടി ഉണ്ടായിരുന്നുള്ളൂ, ഇതാ ഇപ്പൊ സബതി പെട്ടെന്ന് നീ വലിയ വള്ളിയായി, വള്ളിച്ചെടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യുവതിയായില്ലേ. അപ്പൊ ആർക്കെങ്കിലും പണ്ട് കൂടെ കളിച്ച കുട്ടിയല്ലേ, നമുക്ക് തന്നെ ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോഴാണ് പറയുന്നത് പണ്ട് ബാല്യകാലത്തിൽ കളിച്ച നളിനെ എങ്ങനെ മനസ്സിലാവാനാണ്, ആ കുട്ടി ഒരുപാട് വലുതായില്ലേ. അപ്പൊ അതാ പറയുന്ന ആര്, ദിവാകരൻ അല്ലേ. കണ്ടുവിടന് സ്വയം അറിഞ്ഞിടാത്തോർത്ത് ഇണ്ടലൊന്നും വേണ്ട, സങ്കടമൊന്നും വേണ്ട അല്ലേ. എന്താണ്, പണ്ടും എങ്ങനെയാണ് നീ എങ്ങനെയാണ് പറയുന്നത്,
എന്നിൽ നിന്നണവു മേൽക്കിൽ അപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നതീ നിതേ നിന്നലീ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. അപ്പൊ ദിവാകരൻ പറയാണ്, നീ പണ്ടേ ഇങ്ങനെ തന്നെയാണ്, പണ്ട് എൻ്റെ അടുത്തുനിന്ന് ഒരപ്രിയോ അല്ലേ, നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ത് ചെയ്യില്ല, നീ അങ്ങോട്ട് എടുക്കൂല. അന്നും ഇതുപോലെ എന്ത് ചെയ്യുമായിരുന്നു, നീ കരയുമായിരുന്നു അല്ലെ. ആ പ്രണയ ചാപലമാണ് എന്ത് ചെയ്യുന്നത്, ഇന്നും ഞാൻ നിന്നില് കാണുന്നത് എന്നാണ് ആര് പറയുന്നത്, ദിവാകരൻ. അപ്പോൾ ദിവാകരന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അപ്പൊ അന്നും എന്ത് ചെയ്തിട്ടില്ല, സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലെ. ഇന്നും എന്താണ്, ഞാൻ ആ ചാബല്യമാണ് നിന്നിൽ കാണുന്നത് എന്നാണ് ആര് പറയുന്നത്. ക്ലിയർ ആണ്. തേച്ചതോ പറ്റിച്ചതോ ഒട്ടിച്ചതോ ഒന്നുമല്ല ദിവാകരൻ അന്നും ഇഷ്ടമല്ല, ഇന്നും ദിവാകരന് അങ്ങനത്തെ ഒരു ജീവിതത്തോടേ താല്പര്യമില്ല. മൂപ്പര് സന്യാസിയാവാൻ വേണ്ടി ചന്നേ ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്നാണ് പറയുന്നത്. പോയതൊക്കെ അഥവാ നമുക്ക് പ്രായവും സഭതി മാറി കാര്യവും ആയ തത്വം അറിവിന്നു മാർന്നു പോയിട്ടെന്തിവിടെ വാണിടുന്നു നീ. അതൊക്കെ പോയി അല്ലെ, കഴിഞ്ഞ കഥയാണ്. നമ്മളുടെ പ്രായവും മാറി അല്ലെ, കാര്യമൊക്കെ മാറി, അതൊക്കെ പോട്ടെ അല്ലെ, അതൊക്കെ പണ്ടത്തെ കാര്യം, അതൊക്കെ പോട്ടെ. നീ എന്താ ഇവിടെ താമസിക്കുന്നതെന്ന് ആരോട് ചോദിക്കുകയാണ്, നളിനിയോട് ചോദിക്കുകയാണ് അല്ലെ. ഓതുകിൻ അഥവാ വൃഥാശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജ കർമ്മനീതര ഏതു മാർഗമേല ശരീരികൾ അല്ലെ. പിന്നെയൊന്ന് ഉപകാരമോദിനോ എന്നെ ഓർത്തു സഖി ഏതതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഉപദേശം കൂടെ കൊടുക്കുകയാണ്. എന്താ പറയുന്നത് അല്ലെ, എനിക്കിപ്പോ അതിലൊന്നും അല്ലെ, എന്താണ്, അങ്ങനെയുള്ള ഒരാളെ അല്ല ദിവാകരൻ അല്ലെ. ദിവാകരൻ പറയാണെന്ത്, ഈ സ്നേഹം അല്ലെ, അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, അതിനൊക്കെ അപ്പുറത്തേക്കാണ് എന്ത്, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് അന്യജീവനുതകി അല്ലെ, മറ്റുള്ള ആളുകളുടെ ജീവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സ്വന്തം ജീവിതം അല്ലെ ധന്യമാക്കുന്ന ആളുകളാണ് വിവേകികൾ, ബുദ്ധിശാലികൾ അല്ലെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തെക്കാളും എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റു ജീവിതത്തിനാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തിന് ഇല്ല ഇത്തരത്തിലുള്ളൊരു അല്ലെ ജീവിതത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലൈഫിനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മൾ ഏറ്റവും എന്താണ്, എല്ലാവർക്കും വേണ്ടി അല്ലെ, കുറച്ചുകൂടെ ദൈവീകമായിട്ടുള്ള ചിന്തയിൽ ഒന്നൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തലത്തിൽ നിന്നാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഉപദേശിക്കുകയാണ്, നമ്മളുടെ ദിവാകരൻ നളിനിയെ ഉപദേശിക്കുകയാണ്. കവിതയിൽ ഏറ്റവും ഒടുവിൽ അല്ലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നളിനി അവസാനം അല്ലെ ദിവാകരന്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തോട് വിട പറയുന്ന ഒരു സിറ്റുവേഷനാണ് കവിതയുടെ അവസാന ഭാഗത്തുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, മനോഹരമായിട്ടുള്ള അല്ലെ ഒരു 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 സ്നേഹബന്ധത്തെയാണ് അല്ലെ. ഒരു സ്നേഹം എന്തിന് പേരുണ്ട്, നമ്മളുടെ കവിതയ്ക്ക് പേരുണ്ട് കേട്ടോ. അത്ര മനോഹരമായൊരു സ്നേഹത്തെ കുറിച്ചല്ലേ പറയുന്നത് അല്ലെ. ഒരു സ്നേഹം എന്നൊരു പേരുകൂടെ എന്തിനുണ്ട്, നമ്മളുടെ നളിനി എന്ന കവിതയ്ക്ക് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദിക്കാം, ഒരു സ്നേഹം എന്ന പേരിൽ അറിയപ്പെടുന്ന കവിത അല്ലെ ഏതാന്ന് ചിലപ്പോൾ ചോദിക്കാം, ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ വളരെ നല്ല പ്ലാറ്റോണിക്കായ ഉദാത്തമായ അല്ലെ ഒരു പ്രണയ സങ്കല്പത്തെ കുറിച്ചാണ് ആശാൻ എന്ത് ചെയ്തിരിക്കുന്നത്, നളിനി എന്ന കവിതയിലൂടെ, അല്ലെങ്കിൽ പ്രിയദർശനം, ചിലപ്പോൾ അതൊരു ചോദ്യമാണ്, പ്രിയദർശനം എന്ന തലക്കെട്ട് കാവ്യഭാഗവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താണ്, ഏറ്റവും പ്രിയപ്പെട്ട ആളെ കാണുന്ന ദർശനം പ്രിയമായിട്ടുള്ളൊരു ദർശനമാണ്, നല്ല ദിവാറിനെ കണ്ടുമുട്ടുന്ന ഒരു സീനാണ് അല്ലേ. അപ്പോൾ അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു തലക്കെട്ടാണ്. പിന്നെ വരികൾ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അല്ലെ ലൈവൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ലാംഗ്വേജ് മാത്രം എല്ലാ സബ്ജക്റ്റിനും എന്താണ് നമ്മൾ ടീച്ചേഴ്സൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, മക്കൾ പാഠഭാഗങ്ങൾ ഉഷാറായിട്ട് പഠിച്ച് അല്ലെ ഏറ്റവും നല്ല മാർക്ക് വരെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം, അത് A+ ആയിരിക്കാം, ഫുൾ മാർക്കായിരിക്കാം, എത്രയാണോ നിങ്ങളുടെ കഴിവ് അതിൻ്റെ മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ച് നമ്മൾ നേടിയെടുക്കുക അല്ലെ. വളരെ കുറച്ച് പാഠഭാഗങ്ങളെ ഓണപരീക്ഷ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും അല്ലേ പബ്ലിക് എക്സാമിന് എടുക്കേണ്ട അത്ര റിസ്ക് ഇല്ല ഫുൾ A+ വാങ്ങാൻ ഇപ്പോൾ അല്ലേ. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇപ്പോൾ ഫുൾ A+ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു എന്ന് കൂടെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാം, വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.